ഹായ്, വെൽക്കം ടു ഗൈനി ടോക്സ് ബൈ ഡോക്ടർ ഹീര. നമ്മൾ ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് എല്ലാ സ്ത്രീകളുടെ ജീവിതത്തിലും അവരൊരു വലിയ ലോങ് പീരീഡാണ് അവരുടെ പീരീഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്. ചിലർക്ക് നല്ല ഹെവി ബ്ലീഡിങ് ആയിരിക്കാം, ചിലർക്ക് പെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം, ചിലർക്കാണെങ്കിൽ ഇടവിട്ട് പീരീഡ്സ് വരുന്നു, അതായത് സ്പോട്ടിങ് പോലെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ പല പല പ്രോബ്ലംസ് ഉണ്ടാകാം. ഒരു ഫീമെയിൽ ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ അവരുടെ ഫസ്റ്റ് പീരീഡ്സ് എന്ന് പറയുന്നത് മെനാർക്ക്. അതെന്ന് പറയുന്നത് യൂഷ്വലി ഒരു 10 തൊട്ട് 15 വയസ്സിന് ഇടയിൽ സംഭവിക്കുന്നതാണ് ഫസ്റ്റ് പീരീഡ്സ്, യൂഷ്വലി മെനാർക്ക് എന്ന് പറയുന്നത്. ആ ഒരു ടൈം തൊട്ട് മെനോപോസ് ആവുന്നത് വരെ കോമൺലി ഒരു 46-52 വയസ്സിനിടയിൽ കോമൺലി മെനോപോസ് ആവും, ആർത്തവ വിരാമമാവും. ആ ഒരു സമയം വരെ അവർ പല പല ചേഞ്ചസിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഹോർമോണൽ ചേഞ്ചസ്, പ്രഗ്നൻസി, അങ്ങനെ പല പല ചേഞ്ചസ്. ഇതിനിടയിൽ വളരെ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഹെവി ബ്ലീഡിങ് അങ്ങനെയെല്ലാം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പീരീഡ്സ് തുടങ്ങിയതിന് ശേഷം, മെനാർക്കായതിനു ശേഷം ആദ്യത്തെ ഒരു വർഷ കാലയളവിൽ ഇതേപോലെ ഹോർമോണൽ ഇറഗുലാരിറ്റീസ് കാരണം പീരീഡ്സ് ഇറഗുലർ ആവുന്നത് വളരെ സ്വാഭാവികമാണ്. ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പീരീഡ്സ് വന്നതിന് ശേഷം 1 തൊട്ട് 3 വർഷം ആ ഒരു കാലയളവിൽ, അതായത് ആ ഒരു അഡോളസെൻ്റ് കാലയളവിൽ നിങ്ങൾക്ക് പീരീഡ്സ് ഒരു 45 ദിവസം കൂടുമ്പോഴാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണണം. 45 ദിവസം കൂടുമ്പോൾ വരുന്നു, ഹെവി ആയിട്ട് വരുന്നു, അങ്ങനെയാണെങ്കിൽ ഹോർമോണൽ ഇറഗുലാരിറ്റിയാണ് മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു റീപ്രൊഡക്റ്റീവ് കാലയളവിൽ, അതായത് ഒരു നമ്മുടെ എല്ലാം യൂഷ്വലി ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് കാലയളവ് എന്ന് പറയുമ്പോൾ ഒരു 20 years to 40 years ആ റീപ്രൊഡക്റ്റീവ് കാലയളവിൽ പല പല പ്രശ്നങ്ങളുണ്ടാകും. ഹെവി ബ്ലീഡിങ് ഉണ്ടാകാം. ഹെവി ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു 8 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ബ്ലീഡിങ് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ദിവസവും ഒരു 6 പാഡിൽ കൂടുതൽ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു, ബ്ലഡിൻ്റെ കട്ടകളായിട്ട് പോകുന്നു, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹെവി ബ്ലീഡിങ് ആണ്. ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടതായുണ്ട്. യൂഷ്വലി ഇത് ഫൈബ്രോയിഡോ അഡിനോമയോസിസ് അങ്ങനെ പല യൂട്രസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാകാം. അതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂഷ്വലി 21 ദിവസത്തിൽ താഴെയാണ് വരുന്നത്. അതായത് എല്ലാ 15 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് വരുന്നു. അല്ലെങ്കിൽ 35 ദിവസം കൂടുതൽ ഗ്യാപ്പ്, ഒരു 40-45 ദിവസം കഴിഞ്ഞിട്ടാണ് പീരീഡ്സ് വരുന്നതെങ്കിലും അത് ഇറഗുലർ പീരീഡ്സ് ആണ്. അപ്പോഴും നിങ്ങളൊരു ഇവാലുവേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ചില മെനോപോസ് ആയതിനു ശേഷം, ആർത്തവ വിരാമം ആയതിനു ശേഷം ചിലർക്ക് ബ്ലീഡിങ് വരാറുണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ വജൈനൽ ഡ്രൈനെസ് കൊണ്ടോ അങ്ങനെയൊക്കെ വരുന്ന ബ്ലീഡിങ് ആയിരിക്കാം. ഈ ഹോർമോണൽ വേരിയേഷൻ കാരണം വരുന്ന ബ്ലീഡിങ് ആയിരിക്കും. പക്ഷേ എന്നാൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം നമുക്ക് പല ക്യാൻസേഴ്സിൻ്റെ സൈനുമായിട്ട്, സർവൈക്കൽ, ഈ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസറിൻ്റെ സൈനായിട്ടോ ഗർഭാശയ ക്യാൻസറിൻ്റെ സൈനായിട്ടോ ഒക്കെ ഇങ്ങനെ ബ്ലീഡിങ് വരാം. അപ്പോഴും നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്. അതായത് മെനോപോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീരീഡ്സ് ഇല്ലാതെ ഒരു വർഷ കാലയളവ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മെനോപോസ് ആയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു 46-50 ആ ഒരു ഏജ് ലിമിറ്റിൽ നിങ്ങൾക്ക് ഒരു വർഷം പീരീഡ്സ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മെനോപോസ് ആണ്, ആർത്തവ വിരാമമാണ്. നോർമലി ഉള്ള ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡിൽ നിങ്ങൾക്ക് ഇതേപോലെ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ 8 പീരീഡ്സ് എങ്കിലും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. എന്നാൽ ഒരു 45 ദിവസം കൂടുമ്പോഴാണ് പീരീഡ്സ് വരുന്നത്, അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോഴാണ് പീരീഡ്സ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം പീരീഡ്സ് വരാനുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും ലോങ് പീരീഡ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പീരീഡ്സ് വരുമ്പോൾ പിന്നെ ഹെവി ബ്ലീഡിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കി നേരത്തെ കൂട്ടി എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കേണ്ടതും അനിവാര്യമാണ്. പിന്നെയുള്ളത് ചിലർക്ക് ഇതേപോലെ പീരീഡ്സ് വരും, അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ് പോലെ വരാറുണ്ട്. അതിനൊരു റീസൺ ഈ ഗർഭാശയ അറയിലുള്ള പോളിപ്പുകളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമുക്കൊരു സ്കാൻ വഴി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മളപ്പോൾ ഈ നോർമൽ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പീരീഡ്സിൽ വരുന്ന ഒരു ചെറിയ ചേഞ്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുവഴി നമുക്ക് ഒരു വിദഗ്ധ കൺസൾട്ടേഷൻ ചെയ്യാനും നമുക്ക് റീസൺ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയും. സോ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു.
നോർമൽ നിങ്ങളുടെ പീരീഡ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.